വേദഭാഗം ശരിക്കും നമ്മൾ സദൃശ്യവാക്യങ്ങളിൽ നിന്ന് ഉള്ള ഒരു വേദഭാഗമാണ്. സദൃശ്യവാക്യങ്ങളിൽ അതിൻ്റെ 6-ാമത്തെ അധ്യായം, സദൃശ്യവാക്യങ്ങൾ 6-ാമത്തെ അധ്യായം, അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. അപ്പോൾ സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ പറയുകയാണ് 6 കാര്യം യഹോവ വെറുക്കുന്നു, എന്നിട്ട് പറയുകയാണ് 7 കാര്യം അവന് അറപ്പാകുന്നു. അപ്പോൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇതെന്താണ് ഈ 6, 7 എന്ന ഇങ്ങനെ ഡിഫറൻ്റായിട്ട് പറയുന്നത്? 6 things God hates, 7 are abomination to him. ഇത് ഈ എബ്രായ ഭാഷയിലെ അല്ലെങ്കിൽ എബ്രായ ദൈവവചനത്തിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ 2 സംഖ്യകൾ ഇങ്ങനെ ഡിഫറൻ്റായിട്ട് പറയുക. അത് വലിയ ഡിഫറൻ്റായിട്ടുള്ള കാര്യമല്ല, എന്നാൽ ചേർന്ന് നിൽക്കുന്നതായ ചില കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ സദൃശ്യവാക്യങ്ങളിൽ തന്നെ അതിൻ്റെ 30-ാമത്തെ അധ്യായത്തിൽ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കന്നട്ടയ്ക്ക് തരിക തരിക എന്ന 2 പുത്രിമാരുണ്ട്, ഒരിക്കലും തൃപ്തി വരാത്ത 3 ഉണ്ട്, മതി എന്ന് പറയാത്തത് 4 ഉണ്ട്. കണ്ടോ, ഒരേ വാക്യത്തിൽ തന്നെ 2, 3, 4. എന്നാൽ ഒരേ ആശയം പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയും 6 കാര്യങ്ങൾ യഹോവ വെറുക്കുന്നു, 7 കാര്യങ്ങൾ അവൻ അറപ്പാകുന്നു പറയുമ്പോഴും ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ അതിൻ്റെ ആ എംഫസിസിൻ്റെ ഒരു ഡിഫറൻസ് എന്ന നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സദൃശ്യവാക്യങ്ങൾ തന്നെ 30-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെയും ഇതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. എനിക്ക് അതിവിസ്മയമായി തോന്നുന്നത് 3 ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്തത് 4 ഉണ്ട്. നോക്ക്, 2 സംഖ്യകൾ ചേർത്ത് വെച്ച് പറയുകയാണ്. ഇതേപോലെ മറ്റ് വേദഭാഗങ്ങളിലും സദൃശ്യവാക്യങ്ങളിൽ മാത്രമല്ല, ഇയ്യോബിൻ്റെ പുസ്തകത്തിലും നമ്മൾ അതിൻ്റെ 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. നോക്കപ്പോൾ ഇവിടെ ഞാനിത് ഈ പല വേദഭാഗങ്ങൾ വായിച്ചതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. ഇവിടെ നമ്മൾ സദൃശ്യവാക്യങ്ങളിൽ നമ്മൾ കാണുന്ന വേദഭാഗത്തും ഈ 6, 7 എന്ന് പറയുന്നതിനെ നമ്മൾ മറ്റൊരു നിലയിൽ കാണേണ്ടതില്ല, ഒരുമിച്ച് തന്നെ പോകുന്നതായ കാര്യമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. എന്നാൽ ഈ 7-ാമത്തെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അബോമിനേഷൻ എന്നുള്ളതാണ്. 6 things യഹോവ ഹെയ്റ്റത്ത്. അവൻ 6 കാര്യം അവൻ വെറുക്കുന്നു, പക്ഷേ 7-ാമത്തേത് അറപ്പാകുന്നു. അപ്പോൾ ദ വേഴ്സ്റ്റ് എന്ന നിലയിലാണ് ഒരു പരിധി വരെ അതിനെ കാണുന്നത്. കാര്യം ഇവിടെ 7-ാമത് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 19-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. അപ്പം മറ്റുള്ള കാര്യത്തേക്കാൾ കർത്താവ് വെറുക്കുന്ന, കർത്താവിന് അറപ്പ് തോന്നുന്ന കാര്യമാണ് എന്ത്? സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ദൈവം എപ്പോഴും ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഹാർമണി. അത് നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, ബാക്കിയുള്ളതിനൊക്കെ ഒരുപക്ഷെ അത്രയും ദോഷം ഉണ്ടായിരിക്കുകയില്ല, പക്ഷേ ആ സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കി പിരിക്കുന്നത്, അത് ഈ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യം മാത്രമല്ല, കർത്താവിൻ്റെ സമൂഹത്തിൽ, കർത്താവിൻ്റെ മക്കളിൽ ആ സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് വളരെ ഒരു അറപ്പ് എന്ന നിലയിലാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ആ വേദഭാഗങ്ങളിലേക്കൊക്കെ പിന്നീട് പോകാം. എന്നാൽ അടിസ്ഥാനപരമായി ഇത് മനസ്സിലാക്കാൻ ഞാൻ ഒന്നും കൂടെ ആ വേദഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. ദൈവം വെറുക്കുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, 1, ഗർവമുള്ള കണ്ണ്.
പ്രൗഡ് ലുക്ക്, ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്, ലൈയിങ് ടങ്. 3, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ഹാൻഡ്സ് ദാറ്റ് ഷെഡ്സ് ഇന്നസെൻറ്റ് ബ്ലഡ്. ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണ്. 4, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ഹാർട്ട് ദാറ്റ് ഡിവൈസത്ത് വിക്കഡ് പർപ്പസസ്. ഓരോന്നും വളരെ മീനിങ് ഫുള്ളാണ്. ദുരുപായം നിരൂപിക്കുന്നതായ ഹൃദയം. 5, ദോഷം ചെയ്യുവാൻ ഓടുന്ന കാല്, ദോഷം ചെയ്യുവാൻ ഓടുന്ന കാല്. അടുത്തത് ഫോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷി, ഫോൾസ് വിറ്റ്നസ് ഹു ബ്രീത്ത്സ് ഔട്ട് ലൈസ്. ഇവയെല്ലാം കർത്താവിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്ന കാര്യങ്ങളാണ്. വേഴ്സ്റ്റായിട്ട് പറയുന്നതാണ് സഹോദരങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോഴും നമ്മളവിടെ കാണുന്നതായ ഒരു കാര്യം അതാണ്, അവൻ്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്, അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നതായ വ്യക്തി, അതിൻ്റെ കാരണം അവൻ്റെ ഹൃദയത്തിൽ വക്രതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയത്തിൽ വക്രതയുള്ളവനാണ് വഴക്കുണ്ടാക്കുന്നത്. സ്നേഹിക്കുന്നവനും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ളവർ ഒരിക്കലും വഴക്കുണ്ടാക്കാൻ പോകുകയില്ല. ഈ വേദഭാഗങ്ങളിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഈ ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഒറ്റയടിക്ക് പോവുകയല്ല. ആദ്യം ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, കണ്ണ്, ഗർവമുള്ള കണ്ണ്; നാവ്, വ്യാജമുള്ള നാവ്; കയ്യ്, രക്തം ചൊരിയുന്ന കയ്യ്; ഹൃദയം, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം; കാല്, ദോഷത്തിലേക്ക് ഓടുന്ന കാല്; പിന്നെയും നാവ് തന്നെ വരികയാണ്, കള്ളസാക്ഷി പറയുന്ന, ഫോഷ്ക്ക് ശ്വസിക്കുന്ന എന്നുള്ള വാക്കാണ് അവിടെ പറയുന്നത്. ഫോൾസ് വിറ്റ്നസ് ഹു ബ്രീത്ത്സ് ഔട്ട് ലൈസ്. കള്ളം ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഇങ്ങനെ കള്ളം നിറഞ്ഞു നിൽക്കുന്ന, എന്നിട്ട് പറയുന്നതായ ആളുകൾ. അടുത്തതായിട്ട് വഴക്കുണ്ടാക്കുന്നവൻ. ഈ വേദഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഹൃദയം, എല്ലാത്തിൻ്റെയും പിന്നിൽ ഹൃദയമുണ്ടെങ്കിലും ബാക്കിയുള്ള, അല്ലെങ്കിൽ ഹൃദയം ഉൾപ്പെടെ എല്ലാം നോക്കിക്കേ. കണ്ണ്, നാവ്, കയ്യ്, ഹൃദയം, കാല്, പിന്നെയും നാവ്, പിന്നെ ഹൃദയത്തിൽ ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുക. ഇതെല്ലാം ബേസിക്കലി ഇത് ഹൃദയവും അവയവങ്ങളുമാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ ഈ വേദഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതായ ഒരു കാര്യം. അതിനെക്കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുന്നതും, പ്രത്യേകിച്ച് നമ്മുടെ അവയവങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അത് എങ്ങനെ ദൈവസന്നിധിയിൽ ദൈവം വെറുക്കുന്നതിൽ നിന്ന് ദൈവം ഇഷ്ടപ്പെടുന്ന നിലയിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഹൃദയവും അവയവങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഹൃദയം എല്ലാത്തിൻ്റെയും പുറകിൽ, ഹൃദയം പ്രവർത്തിച്ചിട്ടാണ്. ഹൃദയത്തിൽ നിരൂപിച്ച് മോഹിച്ചിട്ട് അവയവങ്ങളിലൂടെ അത് പുറത്തു വരുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഗർവമുള്ള കണ്ണിനും അതിൻ്റെ ഉള്ളിലൊരു ഹൃദയത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. വ്യാജമുള്ള നാവും, നാക്ക് മാത്രമായിട്ട്, മാംസളമായ കണ്ണുകളോ നാവോ അല്ലെങ്കിൽ കയ്യോ കാലോ ഒന്നുമല്ല, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ പ്രോംപ്റ്റ് ചെയ്യുന്ന, അതിനെ ഈ രീതിയിലാക്കി തീർക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹൃദയമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഹൃദയമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം. ആ ഹൃദയത്തിലെ ദോഷ നിരൂപണങ്ങളാണ്, മോഹങ്ങളാണ്, ആഗ്രഹങ്ങളാണ് പാപമായിട്ട്, അതായത് ഹൃദയത്തിൽ മോഹം ഉരുവിട്ടിട്ട് അത് അവയവങ്ങളിൽ പാപമായി പരിണമിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഹൃദയത്തിൽ മോഹമുള്ളത് കൊണ്ടാണ് അവയവങ്ങളിൽ പാപം പെരുകി വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഹൃദയവും അവയവങ്ങളും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാനുള്ളതായ കാര്യം. അതുകൊണ്ട് ഈ അവയവങ്ങൾ നമ്മളെ വഞ്ചിക്കരുത്. നമ്മുടെ അവയവങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, അവയവങ്ങൾ എന്ന് പറയുമ്പോൾ ആ പുറമേ കാണുന്ന അവയവങ്ങൾ മാത്രമല്ല, ആ അവയവങ്ങൾ അതിൻ്റെ പ്രവൃത്തി, ഹൃദയമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. എന്നാൽ അത് നമുക്കൊരു വഞ്ചനയായി തീരരുത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ അവയവങ്ങൾ നമ്മൾക്ക്
ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട്, അത് നമുക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നതായതുകൊണ്ട് ഈ അവയവങ്ങൾ നമ്മളെ പലപ്പോഴും വഞ്ചിക്കുകയാണ്. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞതായ ഒരു വേദഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ 5-ാം അധ്യായം മൊത്തം ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഞാൻ എങ്കിലും ബേസിക്കായിട്ട് ഈ അവയവങ്ങളുടെ പ്രശ്നം എന്താണ്, 29-ാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 25:9. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. നോക്ക്, ഇവിടെ കർത്താവ് തന്നെ പറയുകയാണ്, നിൻ്റെ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിലൊന്നും നശിക്കുന്ന നിനക്ക് പ്രയോജനം അത്രേ. അടുത്തത് കൈയുടെ കാര്യമാണ് പറയുന്നത്. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിൻ്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിലൊന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം, ഒരു പ്രാവശ്യം ഞാൻ കണ്ണുകൊണ്ടൊരു പാപം ചെയ്തു, ഉടനെ തന്നെ ഞാൻ പോയിട്ട് കണ്ണ് ചുഴന്നെടുത്ത് കളയണോ? എൻ്റെ വലങ്കൈ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു പോയി, എൻ്റെ വലങ്കൈ വെട്ടി എറിഞ്ഞ് കളയണോ എന്ന് ചിലപ്പോൾ ആളുകൾ ചോദിക്കും. അങ്ങനെ കളയുമോ നിങ്ങളൊക്കെ? നിങ്ങളെല്ലാം പറയുന്നല്ലോ, വലിയ നീതിയൊക്കെ പറയുന്നല്ലോ, നിങ്ങൾ കൈ വെട്ടിക്കളയുമോ, നിങ്ങൾ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുമോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ കണ്ണ് ഇടർച്ച വരുത്തുമെന്ന് പറയുമ്പോൾ കണ്ണെന്ന് പറയുന്ന ഈ ഒരു അവയവമല്ല, അതിൻ്റെ ആ സെൻസ് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ മുകളിൽ തന്നെ പറയുന്നുണ്ട്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ നോക്കിയത് കണ്ണാണെങ്കിലും മോഹം ഹൃദയത്തിൽ നിന്നാണ്. വ്യഭിചാരം ചെയ്തത് കണ്ണല്ല, പ്രത്യുത എന്താണ്? ഹൃദയമാണ്. അപ്പോൾ ഹൃദയമാണ് പ്രശ്നമുണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുഴന്നെടുത്ത് കളയേണ്ടത് ഹൃദയത്തെയാണ്, കണ്ണിനെയല്ല, ഹൃദയത്തെ. കാര്യം അതാണല്ലോ ഉള്ളിലിരുന്നത് പ്രവർത്തിച്ചത്, ഇല്ലേ? അപ്പോൾ ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ യെസ്, അത് ശരിയാണ്. നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ മാംസളമായ നമ്മുടെ നെഞ്ചിനകത്തിരിക്കുന്ന ഹൃദയമല്ല എടുത്ത് കളയേണ്ടത്. പ്രത്യുത മോഹങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ പഴയ ഹൃദയത്തെ നിങ്ങൾ ചൂഴ്ന്നെടുത്ത് കളയണം. അവിടെ ഒരു പുതിയ ഹൃദയം വരണം. അതുപോലെ കണ്ണുകൾ, ഇപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഹൃദയത്തിൽ മോഹമുണ്ടായിട്ട് കണ്ണ് നോക്കി ആ കണ്ണ് ചുഴന്നെടുത്ത് കളഞ്ഞാൽ പിന്നെയും ഹൃദയത്തിൽ മോഹം ബാക്കി നിൽക്കുകയല്ലേ? അല്ലേ? അപ്പോൾ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് ഉദ്ദേശിക്കുന്നത് കണ്ണ് ചുഴന്നെടുത്ത് കളയുന്നതല്ല. കർത്താവ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ കണ്ണല്ല നിനക്ക് പ്രധാനം, അതിനേക്കാൾ വലുതാണ് നീ എങ്ങോട്ടാ പോകുന്നത്. നിൻ്റെ ഡെസ്റ്റിനി നഷ്ടപ്പെടുത്തരുതെന്നാണ് ഇവിടെ പറയുന്നത്. ആത്യന്തികമായി നീ ചെന്നെത്തേണ്ടതായ സ്ഥലത്ത് നീ ചെല്ലണം. നിൻ്റെ ഡെസ്റ്റിനേഷൻ നീ മറന്നു പോകരുത്. നിൻ്റെ കണ്ണല്ല പ്രധാനം, നിൻ്റെ കൈയല്ല പ്രധാനം, നിൻ്റെ ശരീരമല്ല പ്രധാനം, നിൻ്റെ ഡെസ്റ്റിനേഷനാണ് പ്രധാനം. അതാണ് ഇവിടുത്തെ അർത്ഥം. എന്താണ് ഇവിടെ കർത്താവ് തന്നെ പറയുന്നത്? വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിൻ്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ. അപ്പോൾ ആത്യന്തികമായി മോഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ മോഹത്തിന് ഇടം കൊടുത്ത് വീണ്ടും മോഹത്താൽ പാപം ചെയ്ത് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആത്യന്തികമായി നരകത്തിലേക്കാണ് പോകുന്നതെന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ നീ നരകത്തിലേക്ക് പോകുവാൻ ഇടവരരുത്. പകരം എന്തു വേണം? അതിൻ്റെ അടിസ്ഥാന കാരണം മനസ്സിലാക്കി അതിൽ നിന്ന് നീ വിമോചനം പ്രാപിക്കണം. കാര്യം ഇവിടെ നിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിച്ച് സന്തോഷിച്ച് സുഖിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ നിൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളും എല്ലാ മോഹങ്ങളെയും തല്ലിക്കെടുത്തേണ്ടി വന്നാലും നിൻ്റെ ശരീരം നശിക്കേണ്ടി വന്നാലും അതിനേക്കാൾ വലുതാണ് നിൻ്റെ ഡെസ്റ്റിനേഷൻ. നീ നരകത്തിൽ പോകാനുള്ളവനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയാന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നിൻ്റെ കണ്ണുകൊണ്ട് നീ ഒരു പാപം ചെയ്തു പോയെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ കണ്ണല്ല പാപം ചെയ്യുന്നത്, ഹൃദയമാണ്. ആ ഹൃദയം ചൂഴ്ന്ന് കളയണം. പക്ഷേ മാംസളമായ എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരത്തെ മിടിപ്പിക്കുന്ന ഹാർട്ട് ബീറ്റ് തരുന്ന എൻ്റെ ആ ഹാർട്ടല്ല പ്രത്യുത, അതിനപ്പുറത്ത് മോഹം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ഹൃദയം. മോഹമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ ഹൃദയത്തെയാണ് നമ്മൾ ചൂഴ്ന്നെടുത്ത് കളയുന്നതിന് പകരം അതിനെ നശിപ്പിച്ച്, അഥവാ അതിനെ ഇല്ലാതെയാക്കി, അതിനെ ക്രൂശിച്ച്, എൻ്റെ സെൽഫിനെ ക്രൂശിച്ച് അവിടെ യേശുവിനെ ജീവിക്കാൻ അനുവദിച്ച് എൻ്റെ പാപ ജീവിതത്തിൽ നിന്നും മോചനം പ്രാപിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പോകാനാണ് നോക്കേണ്ടത്. അല്ലാതെ എൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, എൻ്റെ മോഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരത്തെ വിട്ടുകൊടുത്ത് ഏറ്റവും ഒടുവിൽ നരകത്തിൽ പോകുന്നതല്ല. അതിനേക്കാൾ വലുതാണ് എല്ലാം നഷ്ടപ്പെട്ടാലും, എൻ്റെ സുഖങ്ങളൊക്കെ എനിക്കില്ലാതെയായാലും, എല്ലാ രീതിയിലും എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും ഒരു വിശുദ്ധ ജീവിതം ജീവിച്ച് ദുർമോഹങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവിക മോഹങ്ങളിൽ എൻ്റെ ഹൃദയത്തെ കൊടുത്ത് ദൈവത്തെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്ന, ഒരു സ്ത്രീയെ കാണുമ്പോൾ മോഹിക്കുന്നതോ, വസ്തു കാണുമ്പോൾ മോഹിക്കുന്നതോ, ഒരു കാറ് കാണുമ്പോൾ മോഹിക്കുന്നതോ ഒക്കെ ആത്യന്തികമായി പാപത്തിലേക്ക് നമ്മളെ നയിക്കുമെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്നു, വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരവസ്ഥയുണ്ട്. മോഹം അവിടെ നിന്ന് ഇവിടേക്ക് മാറണം. ലൗകിക മോഹങ്ങളിൽ നിന്ന് യേശുവിനെ മോഹിക്കുവാൻ, യേശുവിനെ ഇഷ്ടപ്പെടുവാൻ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്ന ഒരു സ്റ്റേജ്, അത് നമ്മളെ നിത്യ ജീവങ്കലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകണമെങ്കിൽ ദുർമോഹങ്ങൾ വിതയ്ക്കുന്ന എൻ്റെ ഹൃദയത്തിനൊരു വ്യതിയാനം വന്നേ മതിയാകെയുള്ളൂ. ചിലപ്പോൾ എൻ്റെ പഴയ ഹൃദയത്തെ പറിച്ചു മാറ്റി ഒരു പുതിയ ഹൃദയത്തെ നടേണ്ടി വരും. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, കർത്താവേ എനിക്ക് നിർമ്മലമായ ഒരു ഹൃദയത്തെ നൽകണമേ എന്നാണ് പറയുന്നത്. യെസ്, വി നീഡ് എ ഹാർട്ട്, എ ന്യൂ ഹാർട്ട്. അങ്ങനെ നിർമ്മലമായ ഹൃദയം, ദുർമോഹങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിച്ച ഒരു ഹൃദയം, അത് വേണമെങ്കിൽ മോഹത്തിന് അധീനമായ ഹൃദയവും ആ ഹൃദയത്തെ അംഗീകരിച്ച് അനുസരിക്കുന്നതായ എൻ്റെ അവയവങ്ങളും ആ അവസ്ഥയ്ക്ക് മാറ്റം വരണം. അതാണ് നമ്മളിവിടെ പ്രധാനമായും കാണുന്നത്. അവയവങ്ങൾ നമ്മളെ വഞ്ചിക്കരുത്. അവയവങ്ങളിലൂടെ പുറത്തു വരുന്നതായ പാപങ്ങൾ നമ്മുടെ ഡെസ്റ്റിനി നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞല്ലോ, അവയവങ്ങളിലൂടെ പുറത്തു വരുന്ന പാപങ്ങളുടെ പിന്നിലുള്ളത് ഹൃദയമാണ്. ഹൃദയത്തിൽ നിരൂപണങ്ങൾ ഉണ്ടാകുന്നു, അവയവങ്ങളിൽ പാപം വിരിയുന്നു. ഇതാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാം, അതിനെക്കുറിച്ച് ഒത്തിരി എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്നാൽ ഞാൻ അതിലേക്കെല്ലാമായിട്ടും പോകുന്നില്ല. നമ്മുടെ കൈയും കണ്ണും നമ്മളെ നരകത്തിലേക്ക് പറഞ്ഞു വിടരുത്. പകരം ആത്യന്തികമായി എനിക്ക് ചെല്ലേണ്ടതായ സ്വർഗത്തിലേക്ക്. നിൻ്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. എൻ്റെ കൈയുടെ മോഹങ്ങൾ, എൻ്റെ കണ്ണിൻ്റെ മോഹങ്ങൾ, അതിനെ ഇല്ലായ്മ ചെയ്ത് വെറുതെ മാംസളമായ എൻ്റെ കൈ വെട്ടിക്കളയുന്നതല്ല, എൻ്റെ കൈകളുടെ പ്രവൃത്തികളെ എറിഞ്ഞു കളഞ്ഞ്, അതായത് മോഹം എന്നിൽ വിരിയിക്കുന്നതായ പാപപ്രവൃത്തികളെ എറിഞ്ഞു കളഞ്ഞ്, വെട്ടിയെറിഞ്ഞു കളഞ്ഞ്, അരിഞ്ഞു കളഞ്ഞ്, പകരം ആ സ്വർഗീയ മോഹങ്ങളിൽ എൻ്റെ കൈകൾ, എൻ്റെ കണ്ണുകൾ, എൻ്റെ ചെവികൾ, എൻ്റെ നാവ്, എൻ്റെ കാലുകൾ, എൻ്റെ ഹൃദയം, അത് ആ ദൈവിക മോഹങ്ങളിൽ, അതിൽ നിന്ന് വിരിയുന്ന ആ നന്മയുടെ, നീതിയുടെ പ്രവൃത്തിയിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയാകണം. കാര്യം അതാണ് നമ്മളെ ആത്യന്തികമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ അവയവങ്ങളിൽ നാച്ചുറലി പലപ്പോഴും ഇതുപോലുള്ള പാപത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് നമ്മുടെ അവയവങ്ങളെ വിട്ടുകൊടുക്കാതെ വണ്ണം ഞാൻ അലേർട്ടായിരിക്കണം. അല്ലാതെ അതൊക്കെ കർത്താവ് ചെയ്തോളും എന്ന് മാത്രം നമ്മൾ പറയുന്നതിനകത്ത് കാര്യമില്ല. യെസ്,
ദ ലോർഡ് വിൽ ഹെൽപ്പ് യു, ബട്ട് ഇറ്റ് ഈസ് യു ഹു ഡിസൈഡ്. എനിക്കിത് വേണ്ട എന്നുള്ള ഒരു തീരുമാനം. ശരിക്കും വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഉടമ്പടി നമ്മുടെ അവയവങ്ങളുമായിട്ട് ചെയ്യണം. ഉടമ്പടി. അതിന് ചില വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ, ഇപ്പം ഇയ്യോബിൻ്റെ ലേഖനത്തിൽ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇയ്യോബ് തന്നെ പറയുന്നതായ ഒരു വേദഭാഗം നമുക്ക് പലപ്പോഴും അറിയാവുന്നതായ ഒരു വേദഭാഗമാണ്. അതിൻ്റെ 31-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയുന്നൊരു വേദഭാഗം. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, ഒരു ഉടമ്പടി ചെയ്തു. ഐ മെയ്ഡ് എ കവനൻറ്റ് വിത്ത് മൈൻ ഐസ്. എൻ്റെ കണ്ണുമായിട്ട് ഞാനൊരു ഉടമ്പടി ചെയ്തു. എന്താ? ഞാനൊരു കന്യകയെ നോക്കുകയില്ല. അഥവാ മോഹത്തോടുകൂടെ ഞാനൊരു സ്ത്രീയെ, ഒരു വെർജിൻ എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ അർത്ഥം. എൻ്റെ കണ്ണുകൾ പാപത്തിൻ്റെ കാഴ്ച കാണാനായിട്ട് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. അതൊരു ഉടമ്പടിയാണ്, ഒരു കവനൻ്റാണ്. പലപ്പോഴും പ്രിയമുള്ളവരെ, നമ്മളെ ദൈവമാണ് സംരക്ഷിക്കുന്നത്, പാപത്തിൽ നിന്നൊക്കെ കർത്താവ് എന്നെ വീണ്ടെടുത്തോളും, എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ചിന്ത ശരിയല്ല. ഞാൻ ഉടമ്പടി ചെയ്യണം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യെസ്, I need to make a covenant with my eyes. I need to make a covenant with my hands. എൻ്റെ കൈകൾ മോഹങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ കണ്ണുകൾ, എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 26-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു, യഹോവേ ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. നോക്കുക, എത്ര ക്ലിയറായിട്ട് നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. 6-ാമത്തെ വാക്യത്തിലാണത് ഇംഗ്ലീഷിൽ. ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ഇൻ ഇന്നസെൻസി. സി, ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ഇൻ ഇന്നസെൻസി. പ്രിയമുള്ളവരെ, ഇതൊരു ബോധപൂർവമായ പ്രവൃത്തിയാണ്. എൻ്റെ കൈകൾ കുറ്റത്തിനകത്ത് പെടുത്തിക്കളയാൻ എനിക്ക് ആഗ്രഹമില്ല. കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകണം. നിങ്ങളിത് കേൾക്കുമ്പോൾ ഏത് സമയത്തും അതിനുള്ള ഒരു ഉടമ്പടി നമ്മൾ ചെയ്യണം. നമ്മൾ പറയണം, കർത്താവേ ഞാനിത് ചെയ്യില്ല. കർത്താവ് ആ കരുണ ചെയ്യുന്നതും കൃപ ചെയ്യുന്നതും, പക്ഷെ തീരുമാനം എടുക്കുന്നത് നമ്മളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദൈവം സഹായിക്കും. പക്ഷെ തീരുമാനമെടുക്കുന്നത് നമ്മളാണ്. ദൈവം തീർച്ചയായിട്ടും സഹായിക്കും. ഇപ്പോൾ 3 എബ്രായ ബാലന്മാരുടെ ചരിത്രം നമുക്കറിയാമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ തീയിലേക്ക് എറിഞ്ഞു കളയുവാൻ അവിടുത്തെ രാജാവ് തീരുമാനമെടുത്തു. കാരണം അവരൊരു വിഗ്രഹത്തെ നമസ്കരിക്കണം. നമുക്ക് ആ പശ്ചാത്തലം അറിയാം. പക്ഷെ അവർ പറഞ്ഞത്, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും, ഇനി അതല്ല, വിടുവിക്കുക എന്നുള്ളതല്ല ദൈവം ചെയ്യുന്നത്, ഇനി ഞങ്ങൾ തീയിലെറിയപ്പെടേണ്ടി വന്നാലും, വിടുതലുണ്ടായാലും ഇല്ലെങ്കിലും, നീ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അത് തീരുമാനമാണ്, ഡിസിഷൻ. അതൊരു തീരുമാനമാണ്. അങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. തീരുമാനമെടുക്കാനല്ല സഹായിക്കുന്നത്, തീരുമാനമെടുത്ത് കഴിയുമ്പോൾ ആ സാഹചര്യങ്ങളിലൂടെ അവരെ തീയിലെറിഞ്ഞു, പക്ഷേ അവരെ തീയിൽ നിന്ന് കർത്താവ് വിടുവിക്കുന്നു. ഇതുപോലെ അത് ഒരു പരീക്ഷയുടെ കാര്യമാണ് നമ്മൾ പറയാമല്ലോ. പക്ഷേ പ്രലോഭനങ്ങളുടെ കാര്യവും ഇത് തന്നെയാണ്. ഐ വിൽ നോട്ട് ഡിഫൈൽ മൈസെൽഫ് എന്ന് ദാനിയേൽ പറയുന്നു. ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും അവൻ്റെ മേശമേലുള്ള ഭക്ഷണം കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹി റിസോൾവ്ഡ് ഹിംസെൽഫ്. ദാനിയേൽ ഉറപ്പിച്ചു. നമ്മൾ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. എൻ്റെ അവയവങ്ങളെ ഞാൻ പാപത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള വലിയ ഒരു തീരുമാനം നമ്മൾ എടുത്താലേ പറ്റൂ. അത് കർത്താവ് സഹായിക്കും. ഇതിൻ്റെ അർത്ഥം അങ്ങനെ തീരുമാനമെടുത്ത ആരുടെ ജീവിതത്തിലും ഒരു പാളിച്ചയും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊന്നുമല്ല. ചിലപ്പോൾ പാളിച്ച ഉണ്ടായിരുന്നിരിക്കാം,
അങ്ങനെ പലരുടെ ജീവിതത്തിലും പല പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ദൈവം മടക്കി വരുത്തും, മടങ്ങി വരവുമുണ്ട്. അല്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമല്ലേ പത്രോസ് എടുത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പത്രോസ് എന്താ പറഞ്ഞത്? എൻ്റെ ജീവനെ ത്യജിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയല. പക്ഷെ അവൻ തള്ളി പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ പറഞ്ഞപ്പോൾ ആത്മാർത്ഥതയോടെ പറഞ്ഞതാ, അല്ലാതെ പറ്റുകയാണെങ്കിലെന്ന് പറഞ്ഞതൊന്നുമല്ല. പത്രോസ് യേശുവിനോട് എൻ്റെ ജീവനെ ത്യജിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞത് 100% ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. പക്ഷെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടെന്താ, ആ തീരുമാനം പറഞ്ഞ അവനെ പാപത്തിൽ അഥവാ ആ തീരുമാനത്തിൽ നിൽക്കാൻ കഴിയാതെ അവൻ വീണു പോയിട്ടും കർത്താവ് അവനെ യഥാസ്ഥാനപ്പെടുത്തി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമം, നമ്മുടെ അവയവങ്ങളുമായി നമ്മളൊരു നിയമം ചെയ്യണം. പാളിച്ച വരരുത്. എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടായാൽ ദൈവം നമ്മളെ മടക്കി വരുത്തും. പക്ഷെ ഉടമ്പടി ചെയ്യണം. എൻ്റെ അവയവങ്ങളുമായി ഞാനൊരു ഉടമ്പടി ചെയ്യണം. എൻ്റെ കണ്ണുമായി ഞാനൊരു ഉടമ്പടി ചെയ്യണം. ഞാനൊരു കന്യകയെ അഥവാ ദുർമോഹത്തിൽ ഞാൻ വീണു പോവുകയില്ല എന്നൊരു തീരുമാനമെടുക്കണം. എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകണം. നമ്മൾ 44-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ കാലുകളുടെ കാര്യം പറയുന്നത്, അതിൻ്റെ 44-ന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ നിൻ്റെ വഴി വിട്ടുമാറുകയോ ചെയ്തിട്ടില്ല. നമ്മൾ പറയും ഇയാളൊരു പരീശനാ, ഞങ്ങളുടെ കാലടികൾ നിൻ്റെ വഴി വിട്ട് പിന്മാറുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാമോ ബ്രദറെ? അങ്ങനെയൊക്കെ പറയുന്നത് അഹങ്കാരമല്ലേ ബ്രദറെ? എനിക്കറിയത്തില്ല ഇത് അഹങ്കാരമാണോ ഇല്ലയോ എന്ന്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരെടുത്ത തീരുമാനമാണ്, എൻ്റെ കാലടികൾ നിൻ്റെ വഴി വിട്ടുമാറുകയില്ല, എൻ്റെ ഹൃദയം പിന്തിരിയുകയില്ല. ഡിസിഷൻ മേക്കിംഗ് തീർച്ചയായും, പ്രത്യേകിച്ച് നമ്മുടെ അവയവങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തീരുമാനം, ഉടമ്പടി അനിവാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ അവയവങ്ങൾക്ക് മാനുഷിക നിലയിൽ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഒരു വീണ്ടും ജനനാനുഭവം വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം നമ്മുടെ ജഡത്തിന് അധീനമായിരുന്നു നിങ്ങൾക്കറിയാം. വേദത്തിൻ്റെ പല ഭാഗങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നമ്മളുടെ മനസ്സ് റിഫൈൻഡ് അല്ലെങ്കിൽ നാച്ചുറലി നമ്മളെ അവയവങ്ങൾക്ക് മാനുഷിക നിലയിൽ മോഹങ്ങളോട് ഈൽഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് നമ്മൾ മോഹങ്ങൾ വിതറുക എന്നുള്ളതാണ്. പിശാച് മോഹങ്ങൾ കൊണ്ടുവരുന്നു. ആ മോഹങ്ങളിൽ വീഴാനുള്ള വഴിയും അവൻ പറഞ്ഞു തരും. പക്ഷേ നമ്മൾ ആ പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. അതായത് നേരത്തെ വീണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പൂർണ്ണമായും അവൻ്റെ അധീനതയുടെ കീഴിലായിരുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് പിശാച് നമ്മളെ അങ്ങ് വിട്ടുപോകത്തില്ല. അവൻ പിന്നെയും പുറകെ വരും. അതവൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആ പ്രലോഭനങ്ങൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും, പ്രലോഭനം ഒരിക്കലും ഇല്ലാതെയാകത്തില്ല. എന്നും പ്രലോഭനങ്ങളുണ്ട്. പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ പലപ്പോഴും നമുക്കുണ്ടാകുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. ഒരു പ്രായമായ ഒരു അപ്പച്ചൻ്റെ അടുത്ത് ഒത്തിരി ദീർഘവർഷങ്ങളായിട്ട് കർത്താവിനെ വളരെ ആത്മാർത്ഥതയോടെ സേവിച്ച ഒരു അപ്പച്ചനാണ്. ആ അപ്പച്ചൻ്റെ അടുത്ത് ചെറുപ്പക്കാർ കുറച്ച് പിള്ളേർ ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ച ഞങ്ങളൊരു കാര്യം അറിയാനാണ് വന്നത്. എന്താ മക്കളെ? അല്ല, ഞങ്ങൾക്കൊക്കെ ഒത്തിരി പ്രലോഭനങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയേണ്ടത് ഏത് പ്രായം വരെ ഈ പ്രലോഭനങ്ങൾ കാണും, എന്നാ ഈ പ്രലോഭനങ്ങൾ ഇല്ലാതെയാകുന്നത്? പിന്നെ അപ്പച്ചൻ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഏത് പ്രായത്തിലാണ് ഇതൊന്നും ഇല്ലാതാകുന്നതെന്ന് എനിക്ക് അത്രയും അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ഈ 80 വയസ്സ് വരെ എന്താണെങ്കിലും കാണുമെന്ന്. കാര്യം എനിക്കിപ്പോൾ 80 വയസ്സായി. അപ്പോൾ ഏത് പ്രായത്തിലും പല പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകാം. ഒരു പക്ഷേ സുഖമായിട്ട് വലിയ ഒരു കെട്ടിടം പണിയുന്ന കാര്യത്തിലോ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, സംഹൗ മോഹങ്ങൾ എപ്പോഴും പ്രലോഭനങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് വരുമ്പോൾ ഒരിക്കൽ നമുക്ക് ഇതിനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു.
കാര്യം നമ്മൾ അതിൻ്റെ അടിമകളായിരുന്നു. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഈ രണ്ടവസ്ഥകളും നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസാണ് പറയുന്നത്, പ്രസൻറ്റ് ടെൻസ് അല്ല. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്രദറെ നമ്മൾ ജഡത്തിലല്ലയോ ബ്രദറെ ജീവിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് ശരീരത്തിലാണ്, പക്ഷേ ജഡത്തിലല്ല. ഇത് രണ്ടും ഡിഫറൻ്റാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ വേദപുസ്തകത്തിൽ തന്നെ ഈ രണ്ട് വാക്കുകൾ ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും. ശരീരത്തിന് പകരമായി ജഡം, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഭാഗം വായിക്കുമ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡാണ്. ഇതിനകത്ത് എന്താണ്? ചിലപ്പം എൻ്റെ ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരീരം എന്നതിന് ജഡം എന്ന വാക്ക് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും ആ കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് രണ്ടാണ്. പൗലോസ് ഇവിടെ പറയുന്നത് നാം ജഡത്തിലായിരുന്നപ്പോൾ എന്നാണ്. അതൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ശരീരത്തിലാണ്, എന്നാൽ നാം ജഡത്തിന് അധീനരല്ല. കാരണം അന്ന് ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ, സിൻഫുൾ പാഷൻസ്, അന്ന് നമുക്ക് സിൻഫുൾ പാഷൻസ്, പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. നമ്മുടെ അവയവങ്ങളിൽ നമ്മളെ മരണത്തിലേക്ക് അഥവാ ആത്യന്തിക നരകത്തിലേക്ക് നമ്മളെ നയിക്കത്തക്ക രീതിയിൽ ജഡത്തിൽ ഈ പാപരാഗങ്ങൾ അതിൻ്റെ ഫലം കായ്ക്കത്തക്കവണ്ണം അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു, നമ്മുടെ ശരീരങ്ങളിൽ. അപ്പം ജഡം നമ്മളിൽ ആധിപത്യം നടത്തിയിരുന്നതായ ഒരു സന്ദർഭം ഉണ്ട്, ആധിപത്യം. എന്നാൽ 7-ാം അധ്യായത്തിൻ്റെ തന്നെ നമ്മളതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു എന്ന വേദഭാഗം. പലപ്പോഴും ആളുകൾ ഈ 7-ാം അധ്യായത്തെക്കുറിച്ച് പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയാണെന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ റോമാലേഖനം 7-ാം അധ്യായവും റോമാലേഖനം 8-ാം അധ്യായവും രണ്ടവസ്ഥകളാണ്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ, ഞാനതിനെക്കുറിച്ച് നേരത്തെ പല ബൈബിൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മുടെ പഴയ അവസ്ഥയാണ് പ്രധാനമായും പറയുന്നത്. ആ പഴയ അവസ്ഥയിൽ നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു, അതെന്നെ സ്ലേവ് ആക്കുകയാണ്, ക്യാപ്റ്റിവിറ്റിയാണ്. എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നറിയാമോ? ചിലപ്പോൾ ആളുകൾ എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബ്രദറെ പൗലോസ് പോലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പിന്നെ നമ്മളൊക്കെ ആരാ ബ്രദറെ? ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നമ്മളെ ആര് വിടുവിക്കും? എന്നാൽ ഇത് പൗലോസിൻ്റെ പ്രസൻറ്റ് സ്റ്റേജ് അല്ല, പഴയ സ്റ്റേജാണ്. അടുത്ത വാക്യം എന്താ കാണുന്നത്? 25-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ പാപത്തിന് അധീനമായ, മരണത്തിന് അധീനമായ എൻ്റെ അടിമത്തത്തിൽ നിന്ന് ആര് വിടുവിക്കുമെന്നാണ് ചോദിച്ചത്? യേശുക്രിസ്തു വിടുവിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പാപങ്ങളെ മോചിക്കുക മാത്രമല്ല, നമ്മുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിമോചനവും തന്നിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. 8-ാം അധ്യായം വരുമ്പോഴത്തേക്ക്
അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അപ്പോൾ ഒരു പുതിയ പ്രമാണം വന്നു. നേരത്തെ പാപപ്രമാണമായിരുന്നു എൻ്റെ ഉള്ളിലുള്ളത്. ഇത് വളരെ വിശാലമായി നമ്മൾ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്, എപ്പോഴെങ്കിലും നമ്മൾ പഠിക്കാം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി അധികം ഞാൻ അങ്ങോട്ട് കയറിപ്പോകുന്നില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ പാപത്തിൻ്റെ അടിമകളല്ല, പക്ഷേ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ഇപ്പോഴും നമുക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളിപ്പോൾ വസിക്കുന്നത് ജഡത്തിലല്ല, ശരീരത്തിലാണ്. എന്നാൽ ഈ ശരീരം ദീർഘവർഷങ്ങൾ ജഡം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ശരീരമാണ്. അതുകൊണ്ട് നാച്ചുറലി ഈ ശരീരത്തിന് ജഡം ഇത്രയും നാൾ ഭരിച്ചത് കൊണ്ടുള്ള ചില തഴക്കങ്ങളും പഴക്കങ്ങളും ഒക്കെ ഉണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. 1-ാമത്തെ വാക്യത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അപ്പോൾ മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. എന്നാൽ ഇപ്പോൾ നമ്മൾ മരിച്ചവരല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. പണ്ട് നമ്മൾ ഇതൊക്കെ അനുസരിച്ചാണ് നടന്നത്. വേറൊരു ആത്മാവിനെ അനുസരിച്ച് വേറൊരു ആത്മാവിൽ ആണ് നടന്നത്. അങ്ങനെ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും അനുസരണക്കേടിൻ്റെ മക്കളിൽ അതേ ആത്മാവ് തന്നെയാണ്. ഏത്? ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെയും അനുസരിച്ച് നടന്നു. എന്നാൽ നമ്മൾ പണ്ട് 3-ാമത്തെ വാക്യത്തിലും അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് 6-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയിർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ പഴയ ജഡത്തിൻ്റെ അവസ്ഥ മാറി ഒരു പുതിയ അവസ്ഥയിലേക്ക്. ഇപ്പോൾ നമ്മൾ സ്വർഗീയരാണ്. നേരത്തെ നമ്മൾ ലൗകികരായിരുന്നു, നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്നവരായിരുന്നു, നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് നമ്മളെ ഉയിർപ്പിച്ച് അതിൽ നിന്ന് വിടുതൽ നൽകി എങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു? സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഒരിക്കൽ നമ്മൾ ആ വകക്കാരായിരുന്നു, പഴയതുപോലെ ആയിരുന്നു. അതുപോലെ നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. നമ്മളൊക്കെ ഇതുപോലെയൊക്കെ ആയിരുന്നു. നമ്മളാരും സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണവരൊന്നുമല്ല. നമ്മളൊക്കെ ഈ വകക്കാരായിരുന്നു. എന്നാൽ ഇപ്പോൾ അല്ല. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ലെവലിലേക്ക് ഇത് നടക്കുന്ന കാര്യമാണ്, നടന്ന കാര്യമാണ്. ഇത് നമ്മൾ അറിയണം. നമ്മളിപ്പോൾ പഴയ ആളുകളല്ല എന്നുള്ളത് നമ്മൾ അറിയണം. നിങ്ങൾ ഈ വകക്കാരായിരുന്നെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി. നമ്മളോട് നിന്ന് ചോദിച്ചേ, നമ്മൾ ഈ കഴുകൽ പ്രാപിച്ചതല്ലേ? നമ്മൾ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചതല്ലേ എന്ന് നമ്മളെ തന്നെ നോക്കി ചോദിക്കുന്ന ഒരു അവസ്ഥ
നമുക്കുണ്ടാകണം. കാര്യം നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാവുകയാണ്. ഇനി പഴയ പാപപ്രകൃതത്തിന് നമ്മൾ അടിമകളാകേണ്ടതില്ല. നമ്മുടെ അവയവങ്ങളിൽ, നമ്മൾ അവയവങ്ങളെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ അവയവങ്ങളിൽ പണ്ട് വ്യാപരിച്ചിരുന്നതായ പാപപ്രമാണം ഇപ്പോൾ നമ്മൾ അനുസരിക്കേണ്ടതായ കാര്യമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യു സീ ദ ഡിഫറൻസ്? ഇപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളിലേക്ക് വീണ്ടും മടങ്ങിപ്പോകേണ്ട കാര്യമല്ല, നമ്മൾ അതിന് അടിമകളല്ല എന്നാണ്. ബിക്കോസ് വി ആർ ബോൺ അഗെയിൻ. നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, the old is gone, അല്ലെങ്കിൽ the old things are passed away, behold they are become new. ഇപ്പോൾ അത് പുതുതായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് നമ്മൾ അനുഭവിക്കണം. നമ്മളൊരു പുതിയ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ അവയവങ്ങൾ ഇനിയിപ്പോൾ പാപരാഗത്തിന് വിട്ടുകൊടുക്കരുത്. ദൈവം വെറുക്കുന്ന അവയവങ്ങളാകരുത് നമ്മുടെ അവയവങ്ങൾ, ദൈവം പ്രസാദിക്കുന്ന അവയവങ്ങളാകണം. അതാണ് നമ്മുടെ ബൈബിൾ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവം വെറുക്കുന്ന അവയവങ്ങളെ ദൈവം പ്രസാദിക്കുന്ന അവയവങ്ങളാക്കി നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാര്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയാൽ, 1 കൊരിന്ത്യരുടെ തന്നെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. അവിടെ എന്താ നമ്മൾ കാണുന്നത്? നമ്മുടെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിട്ട് മാറുകയാണ്. നമ്മുടെ ശരീരം ക്രിസ്തുവിന് കൊടുത്തു കഴിയുമ്പോൾ, നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ, നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ, ഇനിയിപ്പോൾ നമ്മുടെ അവയവങ്ങൾ പഴയതുപോലെയല്ല. നമ്മുടെ അവയവങ്ങൾ നമ്മൾ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവയവങ്ങൾ കർത്താവിൻ്റെ അവയവങ്ങളാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എൻ്റെ ശരീരം കർത്താവിൻ്റെയാ. കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ളതല്ല നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ അധ്യായത്തിൽ തന്നെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ 19-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിൻ്റെ വകയാണെങ്കിൽ എൻ്റെ കൈയും ദൈവത്തിൻ്റെ വകയാ. My hands belongs to Jesus. My eyes belongs to Jesus. My tongue belongs to Jesus. My ears belongs to Jesus. എൻ്റെ അവയവങ്ങളെല്ലാം ഇനി ഞാൻ എനിക്കുള്ളവനല്ല, നിങ്ങൾ താങ്കൾക്കുള്ളവർ അല്ല എന്ന്. കാര്യം എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, ഞാൻ എനിക്കുള്ളവനല്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. അപ്പോൾ പിന്നെ എൻ്റെ അവയവങ്ങളെ എനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുവാനോ മോഹങ്ങൾക്ക് വിട്ടുകൊടുക്കുവാനോ കഴിയുകയില്ല. പകരം എൻ്റെ ശരീരം കർത്താവിൻ്റെ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ള ചുമതല 20-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇപ്പം ഞാനെന്താ പറയുന്നത് അറിയാമോ? ലോർഡ്, കർത്താവേ, എൻ്റെ കൈകൾ എൻ്റെ അല്ല. അതെപ്പോഴും നമ്മൾ പറയണം. ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കാര്യം ഇല്ലെങ്കിൽ നമ്മൾ ഓർക്കത്തില്ല. നമ്മൾ ചിന്തിക്കും ഇത് എൻ്റെ, എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുമെന്ന്. എൻ്റെ കണ്ണൊക്കെ ആവശ്യമില്ലാത്തിടത്തേക്ക് പോകുമ്പോൾ, ആവശ്യമില്ലാത്ത ടെലിവിഷൻ പ്രോഗ്രാമിലേക്കും ആവശ്യമില്ലാത്ത വാട്സാപ്പ് മെസ്സേജസിലേക്കും ആവശ്യമില്ലാത്ത യൂട്യൂബ് ചാനലിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറയണം, അയ്യോ, ഈ എൻ്റെ കണ്ണ് എൻ്റെ അല്ലല്ലോ, കർത്താവേ, നീ എന്നെ വിലയ്ക്ക് വാങ്ങിച്ചതാണല്ലോ, എനിക്കിത് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. എൻ്റെ കൈകൾ മറ്റുള്ളവരെ താങ്ങുവാനും തലോടുവാനുമാണ്. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ കണ്ണുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ കൈകൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ നാവ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ കാലുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുന്ന അവയവങ്ങളാക്കി എൻ്റെ അവയവങ്ങൾ മാറേണ്ടത് എപ്പോഴും അനിവാര്യമാണ്. അതിന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ എൻ്റെ വകയല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. കാര്യം നമ്മൾ ചിലപ്പോൾ അങ്ങ് ചിന്തിക്കും, ഐ ക്യാൻ ഡു എനിത്തിങ് വാട്ട് ഐ വോണ്ട് ടു ഡു.
എൻ്റെ മോഹങ്ങൾക്ക് എൻ്റെ കണ്ണുകളെ വിട്ടുകൊടുക്കരുത്, എൻ്റെ മോഹങ്ങൾക്ക് എൻ്റെ കൈകളെ വിട്ടുകൊടുക്കരുത്. ഉടമ്പടി ചെയ്യണം. ഉടമ്പടി ചെയ്യുമ്പോൾ പറയണം, മൈ ഹാൻഡ്സ് ഡസൻറ്റ് ബിലോങ് ടു മീ, ഇറ്റ് ബിലോങ്സ് ടു യു ഓ ജീസസ്. നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പാപത്തിന് മരിച്ചവരായിരിക്കും. റോമാലേഖനത്തിൽ നമ്മൾ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മളെ പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. 7-ാമത്തെ വാക്യം, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ആര്? മരിച്ചവൻ. ഇത് ശവക്കോട്ടെ കൊണ്ടുപോയി അവസാനം വെച്ച് പാട്ടും പാടി സമയമാറ്റത്തിൽ പാടിയിട്ട് പോരുന്ന അവസ്ഥയല്ല ഈ പറയുന്നത്. ഇവിടെ പറയുന്നത്, എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ പഴയ മനുഷ്യൻ മരിച്ചവൻ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ പിന്നീട് നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ അവയവങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതാക്കണമെങ്കിൽ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകണം. ആ മരിച്ച സ്റ്റേജിൽ, അതായത് ആ മരണത്തിലാണ് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നത്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ തന്നെ 14-ാം വാക്യത്തിൽ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം ഇനിയും നമ്മളെ പ്രലോഭിപ്പിക്കും, പക്ഷേ പാപം ഇനി നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ല. പാപത്തിന് ലോഡ്ഷിപ്പ് വിട്ടുകൊടുക്കരുത്, കർത്തൃത്വം വിട്ടുകൊടുക്കരുത്. എന്നെ ഭരിക്കാൻ പാപത്തെ അനുവദിക്കരുത്. കാരണം ഇപ്പോൾ എന്നെ ഭരിക്കുന്നത് യേശുവാണ്, പാപമല്ല. പാപമാകരുത്. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ ഇപ്പോഴും പാപത്തിന് അധീനരായി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ, എന്നെ ഭരിക്കുന്നത് നീയാണ്. ഞാൻ എന്നെ തന്നെ നിനക്ക് തരികയാണ്. ഞാൻ എനിക്കുള്ളവനല്ല. പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ പാപം പ്രലോഭിപ്പിക്കരുതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ചിലപ്പോൾ ആളുകൾ പറയും, പിശാച് പ്രലോഭിപ്പിക്കാതിരുന്നായിരുന്നെങ്കിൽ, പ്രലോഭനമൊന്നും ഉണ്ടായില്ലെങ്കിൽ പിശാച് പ്രലോഭിപ്പിക്കും. അത് അവൻ്റെ ജോലിയാണ്. അവൻ്റെ പേര് തന്നെ ടെംപ്റ്റർ എന്നാണ്. അവൻ്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവനവൻ്റെ ജോലി ചെയ്യും. ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യുമെന്നേ. അവിടെ നമ്മളുടെ പ്രതികരണമാണ് വിഷയം ഏത് കാര്യത്തിലും. ഇപ്പം ചിലപ്പോൾ ആളുകൾ പറയും, സുവിശേഷ വിരോധികൾ ഭീഷണിപ്പെടുത്തി. അതവൻ്റെ ജോലിയാണ്. നമ്മളെന്തിനാ? അത് ചിലപ്പോൾ ഉണ്ടാകും, പ്രയാസം ഉണ്ടാകത്തില്ലെന്നല്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ, ദേ ഭീഷണിപ്പെടുത്തിയേക്കരുത് കേട്ടോ എന്ന്? നമുക്ക് അവരുടെ മേൽ അവകാശമൊന്നുമില്ലല്ലോ. ഇതുപോലെ പിശാചെ എന്നെ പ്രലോഭിപ്പിക്കരുത് എന്നൊക്കെ പറയാൻ നമുക്ക് അവകാശമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ ജോലി, അവൻ ചെയ്യും. പക്ഷേ പ്രലോഭനങ്ങളിൽ വീഴണോ വേണ്ട എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ആ പ്രലോഭനങ്ങളിൽ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യനെ നാം ക്രൂശിക്കണം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ കർത്തൃത്വം, ആ കർത്തൃത്വം നമ്മൾ നിരന്തരമായിട്ട് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പറയണം, യു ആർ മൈ ലോർഡ്, പറഞ്ഞുകൊണ്ടിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാൾ ജഡമാണ് എൻ്റെ ശരീരത്തിൽ കർത്തൃത്വം നടത്തിയത്. ഇപ്പോൾ യേശു എന്നിൽ വസിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഈ ജഡം എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരാളല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ജഡത്തെ വാതുക്കലൂടെ ഇറക്കി വിട്ടാൽ അവൻ ജനലിൽ കൂടെ കയറി വരും. ജഡം അത്ര ഡീസൻ്റ് ഒന്നുമല്ല. അയ്യോ എന്നെ ഇറക്കി വിട്ടു, ഞാൻ നാണം കെട്ട് പോയെന്ന്. അവന് നാണമൊന്നുമില്ല. നാണമില്ലാത്തൊരു സാധനമാണ് ഈ ജഡമെന്ന് പറയുന്നത്. അവൻ പിന്നെയും കയറി വരും. അങ്ങനെ ജഡം പിന്നെയും കയറി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ വാക്യം തന്നെ, അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ ക്രൂശീകരണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പം ഒരാളെ പെട്ടെന്ന് കൊല്ലണമെങ്കിൽ വെടിവെച്ച് കൊന്നാൽ മതി, അവൻ പെട്ടെന്ന് അങ്ങ് മരിക്കും.
അല്ലെങ്കിൽ വിഷം കൊടുത്താലും പെട്ടെന്ന് വലിച്ചു നിൽക്കും. പക്ഷേ ഈ ക്രൂശിൻ്റെ പ്രത്യേകത ഇറ്റ് ടേക്സ് എ ടൈം. മരിക്കാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഇറക്കി വിട്ടാൽ പോരാ, ക്രൂശിൽ കയറ്റണം, ക്രൂശിക്കണം. ഇനി ക്രൂശിച്ചാൽ പോലും ഉണ്ടല്ലോ, അവൻ ചിലപ്പോൾ കയ്യുമൊക്കെ പറിച്ചുകൊണ്ട് വരും. അന്നേരം ഒരാണിയുടെ വെച്ച് പിന്നെ അടിക്കണം. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ എന്ന് പറയുന്ന വേദഭാഗത്ത് ക്രൂശ് എടുക്കണമെന്ന് പറയുമ്പോൾ, നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതായത് ഒരിക്കൽ ക്രൂശിച്ചാൽ പോരാ, എന്നും ക്രൂശിക്കണം. ജോർജ് വെർബർ പറഞ്ഞൊരു വാചകമുണ്ട്, മേ ബി സം പീപ്പിൾ ടേക്ക് സ്ട്രോങ് ഡിസിഷൻസ് that I will never defile myself, but no strong decision, however strong it is, no one time decision is not enough to keep you safe till the end of your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒറ്റ ദിവസം എടുക്കുന്ന തീരുമാനം, ഒരു ദിവസം, അത് എത്ര സ്ട്രോങ് ആണെങ്കിലും ജീവിതാന്ത്യം വരെ നിങ്ങളെ നിലനിർത്തുവാൻ അത് പര്യാപ്തമാകണമെന്നില്ല. അതുകൊണ്ട് ഈ ക്രൂശീകരണം, ജഡത്തെ ക്രൂശിക്കുന്നത്, നാൾത്തോറും എൻ്റെ സ്വയത്തെ ഞാൻ ക്രൂശിക്കണം. നാൾത്തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇതൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഈ ക്രോസ് എന്ന് പറയുന്നത് തന്നെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ ദിവസം കൊണ്ടങ്ങ് കൊന്ന് തീർക്കുമായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ജീവനൊക്കെ പോകും, അത് വേറെ കാര്യം. കുറേ കഴിയുമ്പോഴത്തേക്ക് ക്രൂശിൽ ഇവൻ മയങ്ങും, ഒടുവിൽ പിന്നെ ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് വരും. ഫൈനലി ഹി വിൽ ഡൈ. അതെല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ അവൻ്റെ മരണം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ നമ്മൾ അലേർട്ടായിരിക്കണം. എൻ്റെ സ്വയത്തിൻ്റെ, എൻ്റെ ജഡത്തിൻ്റെ ആ മരണം. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. അതിൻ്റെ 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആരോടാ ഇത് പറയുന്നത്? ഓൾറെഡി മരിച്ചവരാ, ഓൾറെഡി വീണ്ടും ജനിച്ച് പഴയ മനുഷ്യനെ ക്രൂശിച്ചവരാണ്. അവരോട് പറയുന്നതാണ് നിങ്ങൾ പിന്നെയും പറയണമെന്ന്. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. Reckon yourself, even so reckon ye also yourself to be dead unto sin, but alive unto God in Christ Jesus. അപ്പോൾ അത് എണ്ണണം, അത് ഞാൻ എണ്ണണം. എപ്പോഴും ഞാൻ എന്നോട് പറയണം, I have nothing to do with sin. എനിക്ക് പാപം എന്നെ പ്രലോഭിപ്പിക്കുവാൻ വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ പ്രലോഭിപ്പിക്കരുതെന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. പാപം എപ്പോഴും പ്രലോഭിക്കും, പിശാചിൻ്റെ ജോലിയാണ്. ഹി വിൽ ഡു ദാറ്റ്. പക്ഷേ അപ്പം ഞാൻ എന്നോട് തന്നെ പറയണം, ബട്ട് ഐ ആം ഡെഡ്. ഞാൻ മരിച്ചവനാണ്. ഐ ആം എ ഡെഡ് മാൻ. ഞാൻ മരിച്ചവനാണെന്ന് എന്നെ തന്നെ എണ്ണണം. മരിച്ചവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഞാൻ പലപ്പോഴും അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ വേദഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നത് കൊണ്ടാണ്. മരിച്ചവനാണെന്ന് മരിച്ചവൻ റെസ്പോണ്ട് ചെയ്തില്ല. മരിച്ചവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ജോണി, ജിമ്മി എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങൾ എൻ്റെ ഒരു സ്ഥിരം കഥാപാത്രങ്ങളാണ്. ജോണി, ജിമ്മി ഇവർ ഭയങ്കര കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും എല്ലാ ദിവസവും വൈകുന്നേരം ഒരുമിച്ച് കൂടി ഫുട്ബോൾ കളിക്കാൻ പോകും. അപ്പോൾ ഒരു ദിവസം ജോണി വന്ന് ജിമ്മിയെ വിളിച്ചു. നേരത്തെ ഒന്ന് വിസിലടിച്ചാൽ മതി, ഉടനെ തന്നെ അവൻ ഇറങ്ങി വരും. പക്ഷേ ഇന്ന് വിസിലടിച്ചിട്ട് കാണാഞ്ഞത് കൊണ്ട് അകത്ത് കയറി. ഞാൻ പെട്ടെന്ന് പറയുക, വന്നപ്പോൾ അവൻ മരിച്ചു കിടക്കുക. പക്ഷേ മരിച്ചു കിടക്കുകയാണെന്നുള്ളത് ജോണിക്ക് അത്രയും മനസ്സിലായില്ല. കഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിളിച്ചു, ജിമ്മി ഫുട്ബോൾ കളിക്കാൻ നേരമായി, ഇറങ്ങിയിട്ട് വാ. എത്ര ഒച്ചത്തിൽ വിളിച്ചാലും അവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല, ബിക്കോസ് ഹീ ഈസ് ഡെഡ്. അപ്പോൾ ഇവനെ കുലുക്കി വിളിച്ചാലും അവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല, ബിക്കോസ് ഹീ ഈസ് ഡെഡ്. അല്ലെങ്കിൽ ചാടി വരുന്നതായിരുന്നു. ഇപ്പം മരിച്ചവനായതുകൊണ്ട് അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ഞാനൊരു ഭാവനയിൽ പറയുകയാണ്, ജോണി ഇവനെ എണീപ്പിച്ചങ്ങ് നിർത്തിയിട്ട് കാലയിൽ ഒരു ഫുട്ബോൾ കൊണ്ട് വെച്ച് തട്ടടാ എന്ന് പറഞ്ഞാൽ അവൻ തട്ടുമോ? അവൻ തട്ടത്തില്ല. കാര്യം ഹീസ് ഡെഡ്. അവൻ മരിച്ചതാണ്. മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല.
അതുകൊണ്ടാണ് ഇവിടെ പോൾ പറയുന്നത്, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. റെക്കൺ യുവർ സെൽഫ്. അപ്പോൾ എപ്പോഴും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. വി നീഡ് ടു ടെൽ അവർ സെൽസ്, ഐ എം ഡെഡ്. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു സ്റ്റോറി ഇതിനോട് ചേർത്ത് ഞാൻ പറയാറുണ്ട്. സെയിൻറ്റ് അഗസ്റ്റിൻ ഹി വാസ് എ നോട്ടി ഫെലോ ബിഫോർ ഹിസ് കൺവേർഷൻ. ഒത്തിരി പെമ്പിള്ളാരും എല്ലാമായിട്ട് കമ്പനിയൊക്കെ ആയിരുന്ന ഒരു ആൾ. അങ്ങനെ ഇരിക്കെ അഗസ്റ്റിൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കൂട്ടുകാരി, പഴയ ഒരു കൂട്ടുകാരി വഴിയിൽ നിന്ന് അഗസ്റ്റിൻ നടന്നു വരുന്നത് കണ്ടു. അപ്പം കൂട്ടുകാരി ഇങ്ങനെ പറഞ്ഞു, ഓ അഗസ്റ്റിൻ ഈസ് കമ്മിങ്, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് വി വിൽ ഗോ, വി വിൽ എൻജോയ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അഗസ്റ്റിൻ കണ്ട പാവം പോലും ഇല്ലാതെ നേരെ മുന്നോട്ട് നടന്നുപോയി കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരി വിളിച്ചു, അഗസ്റ്റിൻ, ഡോണ്ട് യു റിമെമ്പർ മീ? ഹേയ്, ഐ എം കാത്തറിൻ, യുവർ ഗേൾ ഫ്രണ്ട്. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, നീ എന്തെങ്കിലും നടന്നു പോകുന്നത്? ഞാൻ കാത്തറിനാ, നിൻ്റെ ഗേൾ ഫ്രണ്ട്. നീ എന്താ എന്നെ മറികടന്ന് പോകുന്നത്? മുന്നോട്ട് നടന്നുകൊണ്ട് തന്നെ അഗസ്റ്റിൻ പറഞ്ഞു, മേ ബി യു ആർ കോളിംഗ് ദാറ്റ് ഓൾഡ് അഗസ്റ്റിൻ, റൈറ്റ്? ബട്ട് ദാറ്റ് ഓൾഡ് അഗസ്റ്റിൻ ഇസ് ഡെഡ്. ദിസ് ഇസ് എ ന്യൂ അഗസ്റ്റിൻ. നീ വിളിച്ചത് പഴയ അഗസ്റ്റിനെയാണ്, അയാൾ മരിച്ചുപോയി. ഇതൊരു പുതിയ അഗസ്റ്റിനാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. നമ്മളെ തന്നെ മരിച്ചവർ എന്ന് എണ്ണുവിൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 12-ാമത്തെ വാക്യത്തിൽ റോമൻസ് 6:12, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഒരു കമാൻഡാണ്, ഇനി വാഴരുത്. അതിൻ്റെ അർത്ഥം എന്താ? ഇതാരോടാ പറയുന്നത്? ഇത് പറയുന്നത് വിശ്വാസികളോടാണ്, വീണ്ടും ജനിച്ചവരോടാണ്. ഇനി വാഴരുത്. അതിൻ്റെ അർത്ഥം വാഴുവാൻ പാപം പരിശ്രമിക്കും, കയറി വരും, അതിനെ വാഴുവാൻ അനുവദിക്കരുത്. നിങ്ങൾ പാപം ചെയ്യാതെ നിങ്ങളെ സൂക്ഷിക്കുന്നത് ദൈവം, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നൊരു ടീച്ചിങ് ഉണ്ട്. യു കനോട്ട് ഡു എനിത്തിങ്, യു ആർ ഹെൽപ്ലെസ്, ടോട്ടൽ ഡിപ്രാവിറ്റി ഓഫ് മാൻ. മാൻ കനോട്ട് റെസിസ്റ്റ് ഈവിൾ. ശരിയാ, മാൻ കനോട്ട് റെസിസ്റ്റ് ഈവിൾ. പക്ഷേ അതായത് ടോട്ടൽ ഡിപ്രാവിറ്റി ഓഫ് മാൻ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു എന്നിൽ ജീവിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ടോട്ടൽ ഡിപ്രാവിറ്റി ഓഫ് മാൻ. എന്നാൽ അത് കഴിഞ്ഞ് അങ്ങനെയല്ല. നമ്മൾ ടോട്ടലി ഹെൽപ്ലെസ് ആണെന്നോ, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഗാഡ് ഈസ് അവർ ഹെൽപ്പർ, അതിന് സംശയമൊന്നുമില്ല. ടോട്ടലി നമ്മൾക്ക് ഒരു കാരണവശാലും പാപത്തിനെതിരായിട്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ലെങ്കിൽ എന്തിനാണ് ഇവിടെ കൽപ്പന കൊടുക്കുന്നത് ഇനി വാഴരുതെന്ന്? അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇനി വാഴാൻ പാപം കയറി വരും. 2, വാഴുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അപ്പോൾ എനിക്കും കൂടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചില ടീച്ചിങ്സ് അവർ പഠിപ്പിക്കുന്നത് പാപത്തിനെതിരായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, അത് ഞാനല്ല തീരുമാനിക്കുന്നത്, അത് ദൈവം തീരുമാനിക്കുന്നതാണ്, എനിക്കൊന്നും ചെയ്യാനില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ കൽപ്പന കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കൽപ്പന കൊടുക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണ്, ഇനി വാഴരുത് എന്ന് കൃത്യമായി പറയുന്ന ഒരു കാര്യം. നമ്മൾ എഫർട്ട് എടുക്കണം. ജഡം കയറി വരും. ഞാൻ പറഞ്ഞല്ലോ, വാതിലൂടെ ഇറക്കി വിട്ടാൽ ജനലിൽ കൂടെ കയറി വരുന്നവനാണ് ജഡം. അത് ഇനി വാഴരുത്, വാഴാൻ വരും, അപ്പോൾ ക്രൂശിക്കണം. അവൻ കയറി വന്നാൽ പിന്നെയും പിടിച്ച്, അതുകൊണ്ടാണ് നാൾത്തോറും തൻ്റെ ക്രൂശെടുത്ത് പിന്നെയും പിടിച്ച് ഒന്നുകൂടെ ക്രൂശിക്കണം. ഒരു കയ്യിൽ ഒരാണിയൂടെ അടിക്കണം. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ തകർക്കുവാൻ, എന്നെ വീണ്ടും പാപത്തിലേക്ക് കൊണ്ടുപോകുവാൻ, വാഴുവാൻ വരുന്ന പാപത്തിൻ്റെ അന്ധകാര ശക്തികൾക്ക് ഞാൻ കീഴ്പ്പെടരുത് എന്നുള്ളത് കൽപ്പനയാണ്. ഇറ്റ് ഈസ് എ കമാൻഡ്. അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കൊലോസ്യ ലേഖനത്തിലാണെങ്കിലും അതിൻ്റെ 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ലെന്നല്ലോ,
അത് മരിച്ചിരിക്കുന്നു എന്നല്ല പറയുന്നത്. ആണോ? നിങ്ങളുടെ അവയവങ്ങളെല്ലാം ഓൾറെഡി മരിച്ചു, ഇനിയിപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നല്ല. മരിപ്പിപ്പീൻ, കാരണം പിന്നെയും കയറി വരും എന്നുള്ളതാണ്. ഈ ശരീരത്തിൻ്റെ ചില ഇൻക്ലിനേഷൻസ് ഉണ്ട്, ചില തഴക്കങ്ങളുണ്ട്. കാര്യം ഇത്രയും നാൾ ജഡത്തെ അനുസരിച്ച് നടന്നതുകൊണ്ട് ചിലപ്പം നമ്മുടെ ശരീരം, ജഡമല്ല ഞാൻ പറയുന്നത്, ജഡം ആകെപ്പാടെ പോക്കാം, പക്ഷെ നമ്മുടെ ശരീരം ന്യൂട്രലാണ്. ശരീരത്തെ ജഡം ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ജഡം ഇതിനെ അടിമപ്പെടുത്തി ചില തഴക്കങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അത് പിന്നെയും അതിനകത്ത് നമ്മൾ വീണ് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഞാനൊരു ഉദാഹരണമായിട്ട് ഒരു കാളവണ്ടിക്കാരൻ്റെ ഉദാഹരണം, ഇത് ഉദാഹരണമൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. കാളവണ്ടിക്കാരൻ, ഒരു കാളവണ്ടിക്കാരൻ, അതായത് ഈ പണ്ട് ഗ്രാമത്തിലുണ്ടല്ലോ, സാധനങ്ങളൊക്കെ ചന്തയിൽ കൊണ്ടുപോകും, എന്നിട്ട് ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ചു കൊണ്ട് കൊടുക്കുക, മറ്റുള്ള കടകളിൽ കൊടുക്കുക. അങ്ങനെ കാളവണ്ടി സർവീസ് നടത്തുന്ന ഒരു വ്യക്തി, അയാൾ ഒരു ഭയങ്കര കള്ളുകൂടിയനാണ്. എല്ലാ ദിവസവും ചന്തയിൽ പോയി സാധനങ്ങളൊക്കെ വിറ്റ് പൈസയൊക്കെ കിട്ടി തിരിച്ചു വരുമ്പോൾ ഒരു കള്ള് ഷാപ്പുണ്ട്. ആ തിരിച്ചു വരുന്ന വഴിയിലൊരു കള്ള് ഷാപ്പുണ്ട്. ആ കള്ള് ഷാപ്പിൻ്റെ മുമ്പിലാകുമ്പോൾ അവിടെ വണ്ടി നിർത്തും, ഇറങ്ങി മദ്യപിക്കും. പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ കയറി വരത്തുള്ളൂ. അതുവരെ കാള അവിടെ നിന്നോളും. കാളയ്ക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ കാള അത് ട്യൂൺഡായി. അപ്പോൾ അതുകൊണ്ട് അവിടെ വരുമ്പോൾ കാള ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിൽക്കും, ഇയാൾ ഇറങ്ങി കുടിക്കും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ഇരിക്കെ ഇയാൾ ഈ കാളയും വണ്ടിയും എല്ലാം കൂടെ വിറ്റത് മറ്റൊരാൾക്കാണ്. അയാളൊരു നല്ല മനുഷ്യനാണ്, അയാൾ കള്ളുമൊന്നും കുടിക്കുന്നൊന്നുമില്ല. അപ്പോൾ അയാൾ പിറ്റേ ഈ കാളയെ വാങ്ങിച്ചിട്ട് നേരെ ചന്തയിൽ സാധനം വിൽക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ വന്നപ്പോൾ കാള അവിടെ നിന്നു. കാള അവിടെ നിൽക്കുക. എന്നിട്ട് ഇയാൾക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് കാള അവിടെ നിൽക്കുന്നതെന്ന്. കാര്യം യജമാനൻ മാറിയെന്നുള്ളത് അത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഈ കാളയുടെ മനസ്സിൽ വന്നില്ല. അപ്പം കാളയുടെ ചിന്ത എന്താ, യജമാനൻ ഇപ്പോൾ പോകും, കള്ള് കുടിക്കാൻ പോകും, അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വരത്തുള്ളൂ, ഞാനിവിടെ നിൽക്കണം. ഇതാണ് കാളയുടെ മനസ്സിലായിരിക്കും. ഇയാൾ കാളെ തൊഴിക്കുകയൊക്കെ ചെയ്തു, കാളെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പോകത്തില്ല. കാര്യം ഇത്രയും നാളിത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് അത് വിട്ട് കളയാനൊരു വലിയ മടി. തൊഴി കിട്ടിയിട്ട് പോലും പോയില്ല. എന്നിട്ട് പിന്നെ ഈ കാളവണ്ടിക്കാരൻ ഇറങ്ങി ചാട്ടവാട് കൊണ്ട് നല്ല പൊട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കാള മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോഴും കാളയ്ക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, ഇതെന്തോ ഈ യജമാനൻ ഇതിങ്ങനെ കാണിക്കുന്നത്. കാര്യം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു അനുഭവമല്ലല്ലോ. പക്ഷേ ഇടയ്ക്കൊരു കാര്യം സംഭവിച്ചു. എന്താണ്? കാളവണ്ടിക്കാരൻ മാറി. ഇതുപോലെ ഒരിക്കൽ ജഡത്തെ അനുസരിച്ച് നടന്ന നമ്മൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു സമയമുണ്ടായിരുന്നു. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ജഡത്തെ ഇറക്കി വിട്ടാലും നമ്മുടെ ശരീരം പഴയ ചില പഴക്കങ്ങളിലും തഴക്കങ്ങളിലും പെട്ടുപോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്, നമ്മൾ തീർച്ചയായിട്ടും ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കണം. ഭൂമിയോടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ ഇല്ലാതെയാക്കണം. നമ്മളോട് പറയണം, ദേ കളവണ്ടിക്കാരൻ മാറി കേട്ടോ, പഴയ ജഡമല്ല ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ, ഇപ്പോൾ യേശു കർത്താവാണ്. ഇനിയിപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ ശരീരത്തെ വിട്ടുതരുവാൻ യാതൊരു നിർവാഹവുമില്ല. എപ്പോഴും പറയണം ആ കാര്യം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ മരിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെ മരിപ്പിച്ച്, അഥവാ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കുക മാത്രമല്ല, റോമാലേഖനത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് തന്നെ, റോമാലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. എന്താ അവിടെ പറയുന്നത്? ഇനിയിപ്പോൾ പഴയതിന് പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾ പകരം ദൈവത്തിന് സമർപ്പിക്കണം. ഇന്നലെ വരെ നമ്മൾ ജഡത്തിന് സമർപ്പിച്ചിരുന്നതായ നമ്മുടെ അവയവങ്ങൾ, അവിടെ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. അനീതിക്ക് വേണ്ടി, പാപത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കരുത്. പകരം നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ, നമ്മുടെ വേദ
നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യണം, ദൈവത്തിന് സമർപ്പിക്കണം. നമ്മൾ ക്രിസ്തുവിന് അവയവങ്ങളെ സമർപ്പിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചത് 11-ാമത്തെ വാക്യത്തിൽ, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പറ, കർത്താവേ, എൻ്റെ കയ്യെ നീ എടുക്കണം, സമർപ്പിക്കണം. ഒരു വലിയ സമർപ്പണം അനിവാര്യമാണ്. സമർപ്പിക്കണം. എൻ്റെ കൈകളെ സമർപ്പിക്കണം, എൻ്റെ കാലുകളെ സമർപ്പിക്കണം, എൻ്റെ കണ്ണിനെ സമർപ്പിക്കണം. സമർപ്പിക്കുന്നതായ ഒരു അവസ്ഥ. അത് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ്. റോമാലേഖനത്തിൽ തന്നെയാണെങ്കിലും അതിൻ്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം അതാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരത്തെ സമർപ്പിക്കണം. ആ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മനസ്സുമുണ്ട്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പം മനസ്സ് പുതുക്കണം, അവയവങ്ങളെ സമർപ്പിക്കണം. ഇത് രണ്ടും വേണം. ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. ശരിക്കും 11-ാം അധ്യായമാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. കാരണം ഈ 12-ാം അധ്യായം ഇംഗ്ലീഷിൽ തുടങ്ങുമ്പോൾ therefore brethren എന്ന് പറഞ്ഞാണ്. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച്. ആകയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലത്തെ ഭാഗങ്ങളൊക്കെ അതിനകത്ത് വിഷയമാണ്. പിന്നിലത്തെ ഭാഗം റോമാലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതായ അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ മൊത്തമായിട്ട് ഞാൻ പറയുന്നില്ല. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാട്ടൊലിവായിരുന്നെന്നാണ്. അതായത് നമ്മൾ പാപത്തിന് അധീനരായിരുന്നു. നമ്മളാരും വിശുദ്ധന്മാരൊന്നും ആയിരുന്നില്ല. ഇത് യഹൂദന്മാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇത് പറയുന്നതെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളുടെ അവസ്ഥ കാട്ടൊലിവായിരുന്നു. നമുക്കിവിടെ വരാനുള്ള യാതൊരു യോഗ്യത ഉണ്ടായിരുന്നില്ല. ദൈവവുമായി യോജിച്ച് ദൈവത്തോട്, അവിടെ കൊമ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒലിവ്, അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കർത്താവിനോട് നമ്മളെ ചേർത്തിരിക്കുകയാണ്. ആ കർത്താവിനോട് ചേരത്തക്ക രീതിയിൽ യോഗ്യത ഉണ്ടായിരുന്ന ആളുകളൊന്നുമല്ല നമ്മൾ വെറും കാട്ടൊലിവുകളായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളെ യോജിപ്പിച്ചു. പക്ഷേ യോജിപ്പിക്കാൻ വേണ്ടി പൗലോസ് പറയുകയാണ്, സ്വാഭാവിക കൊമ്പുകളായിരുന്ന യഹൂദന്മാരെ ഒടിച്ചു കളഞ്ഞു. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ചേർത്തു എങ്കിൽ. നോക്കുക, നമ്മളെ ഒട്ടിക്കുന്നതിന് ചില കൊമ്പുകളെ അവൻ ഒടിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ് ഒടിച്ച് കളഞ്ഞത്? താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. അപ്പോൾ അവരെ ഒടിച്ചു കളഞ്ഞ യഹൂദന്മാരെ എന്തുകൊണ്ടാണ് കർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞത്? കുറച്ച് നാളായിട്ട് ഇവന്മാരെയൊക്കെ അങ്ങ് മടുത്തു, എന്നാൽ പിന്നെ വേറെ പുതിയ ആൾക്കാരെ ആരെയും നോക്കിക്കൊള്ളാമെന്നുള്ളതല്ല. അങ്ങനെ ദൈവം ഒരിക്കലും ചെയ്യത്തില്ല. ദൈവം ഒരിക്കലും അനീതി ചെയ്യുന്ന ദൈവമല്ല. യഹൂദന്മാരെ ഒടിച്ചു കളഞ്ഞത് ദൈവം അനീതി ചെയ്തതല്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവർ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാഞ്ഞതുകൊണ്ട് അവർ ഒടിഞ്ഞു പോയതാണ്. അഥവാ അവർക്ക് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു മനസ്സില്ലായിരുന്നു. അവരെ കർത്താവ് ഒടിച്ചു കളഞ്ഞു എന്ന് വെച്ചോ. അവർ ഒടിച്ചു കളഞ്ഞത് അവർക്ക് നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞത് കൊണ്ടാണ്, അവിശ്വാസത്താൽ. അതായത് അവർ ഒരു കൊമ്പ് ഒലിവ് തൈയിൽ ചേർന്ന് നിന്നാൽ ആ ഒലിവിൽ നിന്ന് ഈ കൊമ്പ് എല്ലാം സ്വീകരിക്കണം, അല്ലേ? ആ കൊമ്പിന് സ്വന്തമായിട്ടൊന്നുമില്ല. അതിൻ്റെ ജീവരസം എവിടെ നിന്നുള്ളതാണ്? ഒലിവിൽ നിന്നുള്ളതാണ്.
മുന്തിരിയുടെ കാര്യം അങ്ങനെയാണ്. മുന്തിരിയുടെ കൊമ്പും മുന്തിരി വള്ളിയും. മുന്തിരിയുടെ കൊമ്പിന് സ്വന്തമായിട്ടൊന്നുമില്ല. മുന്തിരിയിൽ നിന്നാണ് കൊമ്പെല്ലാം സ്വീകരിക്കുന്നത്. മുന്തിരിയിൽ നിന്ന് കൊമ്പ് സ്വീകരിക്കാതിരുന്നാൽ സ്വാഭാവികമായി ഒടിഞ്ഞു പോകും, അഥവാ അത് വിതേർഡ് അല്ലെങ്കിൽ ചീഞ്ഞു പോകും. അത് സ്വാഭാവികമാണ്. ഇതുപോലെ യഹൂദന്മാർ അവിശ്വാസത്താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ദൈവത്തിൽ നിന്ന്, ദൈവം അവരെ ചേർത്ത്, പക്ഷേ അവർ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതൊക്കെ നിർത്തി. അവർ സ്വയമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, ഒടിഞ്ഞുപോയി. എന്നിട്ട് നിന്നെ ചേർത്തു. പക്ഷേ പൗലോസ് പറയാണ്, ഞെളിയാതെ ഭയപ്പെടുക. 20-ാമത്തെ വാക്യത്തിൽ, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. അതുകൊണ്ട് നീ എന്തു ചെയ്യണം? നീ ചേർന്ന് നിന്നോണം. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. വേർ നിന്നെയാണ് ചുമക്കുന്നത്. താഴേന്ന് മുകളിലോട്ട് വല്ലതും കിട്ടിയില്ലെങ്കിൽ കൊമ്പേ നിനക്ക് നിൽക്കാൻ കഴിയുകയില്ല. ആകയാൽ ദൈവത്തിൻ്റെ ദയയും കണ്ണിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ കണ്ണിതവും നിന്നിലോ ദയയിൽ നിലനിന്നാൽ ദയം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. നോക്കുക, ആ വേദഭാഗം നമ്മൾ വായിച്ച് വരുമ്പോൾ അതിനോട് ചേർന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്തോണം? ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. നമ്മൾ കാട്ടൊലിവുകളായിരുന്നു, നമ്മളെ യോജിപ്പിച്ചു. പക്ഷേ നമ്മുടെ അവയവങ്ങളെ ആ സ്വർഗീയ ഒലിവിനോട് യോജിപ്പിച്ച് നിർത്തി. ആ ഒലിവിൽ നിന്ന് നമ്മൾ ജീവരസം സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒളിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ ചേർന്ന് നിൽക്ക്, സമർപ്പിക്ക്, ഏൽപ്പിച്ചു കൊടുക്ക്. ദൈവത്തിൽ നിന്നെല്ലാം സ്വീകരിക്ക്, ലോകത്തിൽ നിന്നല്ല, എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. നിങ്ങളുടെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ അവയവങ്ങളെ, മനസ്സ് പുതുക്കണം, ശരീരത്തെ സമർപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരീരത്തെ യാഗമാക്കണം. കാരണം ഉടമസ്ഥാവകാശം ദൈവത്തിനാണ്. നമ്മൾ പറഞ്ഞു, കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവർ അല്ല. ഇവിടെയും പറയുന്നത് യാഗമായി സമർപ്പിക്കാനാണ്. യാഗം എന്ന് പറയുന്നത് ശരിക്കും ഉടമസ്ഥാവകാശത്തിൻ്റെ കൈമാറ്റമാണ്. പഴയ നിയമത്തിൽ ഒരാട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുമ്പോൾ യാഗമർപ്പിക്കുന്ന ആൾ പറയുന്നത്, ഇന്നലെ വരെ ഈ ആട്ടിൻകുട്ടി എൻ്റെ ആയിരുന്നു കർത്താവേ, എന്നാൽ ഇപ്പോൾ ഇത് നിൻ്റെയാണ്, ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു. എന്നാൽ ആട്ടിൻകുട്ടി അല്ല വിഷയം. ആട്ടിൻകുട്ടി എൻ്റെ പ്രതിനിധിയാണ്. അപ്പം ഞാൻ പറയുകയാണ്, ദൈവമേ, ഇന്നലെ വരെ ഞാൻ എൻ്റെ ആയിരുന്നു, ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തു, എൻ്റെ അവയവങ്ങൾ എനിക്കിഷ്ടമുള്ളതായിരുന്നു, ഞാൻ ചെയ്തു. എന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ അവയവങ്ങളെ നിനക്ക് തരികയാണ്. സമർപ്പിക്കുക. അവയവങ്ങളെ കർത്താവിന് സമർപ്പിക്കുക. അതിനുവേണ്ടി നമ്മൾ മനസ്സ് പുതുക്കേണ്ടത് ആവശ്യമാണ്. കാരണം മനസ്സാണ് അവയവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. മനസ്സ് ഫോർമാറ്റ് ചെയ്യണം. നമ്മുടെ അവയവങ്ങൾ പൊതുവെ ന്യൂട്രലാണ്. എൻ്റെ കൈയും കാലും സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടത് എൻ്റെ കയ്യെ കൊണ്ട്, എൻ്റെ കാലിനെ കൊണ്ട്, എൻ്റെ കണ്ണിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. മനസ്സിൻ്റെ ആജ്ഞകളാണ് ശരീരം നിർവഹിക്കുന്നത്. പണ്ടൊരു ചെറുക്കൻ, ഒരു പയ്യൻ അവൻ്റെ കൂട്ടുകാരനെ അടിച്ചപ്പം അവൻ പെട്ടെന്ന് ചോദിച്ചു, എന്തിനാണ് എന്നെ അടിച്ചത്? അവൻ പറഞ്ഞു, ഞാൻ അടിച്ചില്ല, പിന്നെ എൻ്റെ കൈയാണ് അടിച്ചതെന്ന്. അങ്ങനെ കൈക്ക് അടിക്കാൻ പറ്റുമോ? കൈക്ക് അടിക്കാൻ പറ്റില്ല. ഞാനാണ് അടിക്കുന്നത്, പക്ഷേ ഉപയോഗിച്ചത് എൻ്റെ കൈകളാണ്, അത്രയേ ഉള്ളൂ. എന്നതുപോലെ ഈ അവയവങ്ങളെ കർത്താവിന് സമർപ്പിപ്പീൻ എന്ന് പറയുമ്പോൾ അവയവങ്ങളുടെ ഉടമസ്ഥാവകാശം കർത്താവിന് കൊടുക്കുകയാണ്. പിന്നീട് എൻ്റെ അവയവങ്ങളെ കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ കർത്താവ് ഉപയോഗിക്കുകയാണ്. അങ്ങനെ കർത്താവ് ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ, അതിനു മുമ്പ് എൻ്റെ മനസ്സ്
കാര്യം എൻ്റെ മനസ്സാണ് ആജ്ഞകൾ കൊടുക്കുന്നത്. എൻ്റെ മനസ്സ് ഞാൻ പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. മനസ്സ് പുതുക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം ഫോർമാറ്റ് ചെയ്യാൻ നമ്മൾ പറയുമല്ലോ. കമ്പ്യൂട്ടറൊക്കെ വൈറസ് കയറി കഴിഞ്ഞാൽ ഫോർമാറ്റ് ചെയ്യുകയാണ്. ഞാൻ സമർപ്പണമെന്നുള്ള മെസ്സേജിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഫോർമാറ്റ് ചെയ്യുകയാണ്. ഫോർമാറ്റ് ചെയ്യുമ്പോൾ നല്ലതും തീയതും എല്ലാം അങ്ങ് പോകും. അല്ലാതെ വൈറസിനെ മാത്രമായിട്ടല്ല ഫോർമാറ്റ് ചെയ്യുന്നത്. ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഇതുവരെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും പോകുന്നു എന്നതുപോലെ ഇതുവരെ ലോകം എന്നിൽ വെച്ചിരുന്ന എല്ലാം അങ്ങ് പോകുകയാണ്. എന്നിട്ട് ദൈവം പുതുതായിട്ട് എഴുതണം. ഇതുവരെ എഴുതിയതെല്ലാം മായ്ച്ചു കളയണം. അപ്പോഴാണ് നന്മയും പൂർണ്ണതയും ദൈവത്തിന് പ്രസാദവുമുള്ള അതെന്താണെന്ന് ഞാൻ അറിയുന്നത്. ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ എഴുതണമെങ്കിൽ ഇപ്പോൾ എഴുതാൻ പറ്റുന്നില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും 100 കൂട്ടം കാര്യങ്ങൾ എഴുതി ഇതാകെപ്പാടെ കുളമാക്കി വെച്ചിരിക്കുക. നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണ്. ലോകക്കാർ പറഞ്ഞത്, നമ്മുടെ ശരീരം പറയുന്നത്, നമ്മുടെ ചുറ്റുപാടുകൾ പറയുന്നത്, സമുദായം പറയുന്നത്, ഇതെല്ലാം കൂടെ മനസ്സിനകത്ത് അരച്ച് എല്ലാവരും എഴുതി വെച്ചിട്ട് പിന്നെ കർത്താവേ നിൻ്റെ ഹിതമൊന്ന് എഴുതണമെന്ന് പറഞ്ഞാൽ എവിടെ എഴുതണമെങ്കിൽ ആദ്യം ഇതുവരെ ലോകം നമ്മളിൽ എഴുതിയതെല്ലാം ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്താൽ അവൻ എഴുതും. എഴുതുമ്പോൾ അവൻ്റെ ഹിതം എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞാൽ അത് ചെയ്യാൻ എൻ്റെ അവയവങ്ങളെ ഞാൻ എന്തു ചെയ്യുകയാണ്? ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഓരോ അവയവവും ദൈവത്തിൻ്റെ ഹിതം ചെയ്യണം. ഓരോ അവയവവും അങ്ങനെ ദൈവഹിതം ചെയ്യാനായിട്ട് ഓരോ അവയവത്തെയും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്ര കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ നമ്മുടെ അവയവങ്ങളെ. അതവിടെ പറയുന്നത് നമ്മൾ സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിച്ച വേദഭാഗമാണ്. അല്ല, അവയവങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഹൃദയവും അവയവങ്ങളും. ആ അവയവങ്ങൾ എല്ലാം ദൈവം വെറുക്കുന്ന അവയവങ്ങളാണ് അത് അവിടെ പറയുന്നത്. അത് നമുക്ക് പഠിക്കാം. എന്നാൽ ദൈവം വെറുക്കുന്ന അവയവങ്ങളായിരിക്കുന്ന അവസ്ഥ മാറി ദൈവം പ്രസാദിക്കുന്ന അവയവങ്ങളായി നമ്മുടെ അവയവങ്ങളെ മാറ്റണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ അവയവങ്ങളെ നമ്മൾ സമർപ്പിക്കണം. അതിനുവേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില എഴുത്തുകൾ എഴുതണം. എന്തെഴുത്ത്? അവൻ്റെ ഹിതം എഴുതണം. പാപത്തിന് അടിമകളല്ല നമ്മൾ. നമുക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കുവാനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട്. പാളിച്ചകൾ വന്നാൽ അതിൽ നിന്ന് വീണ്ടെടുക്കുവാനും വിടുവിക്കുവാനും കർത്താവ് വിശ്വസ്തനാണ്. ഇവിടെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനാ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അതിന് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ. സ്വർഗപിതാവേ, കർത്താവേ, നീ വെറുക്കുന്ന കാര്യങ്ങൾ, നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നീ വെറുക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്കിപ്പോഴുമുണ്ട്. ഞങ്ങളുടെ പല അവയവങ്ങളും ഈ ലോകത്തിൻ്റെ ചിന്താഗതികൾക്കനുസരിച്ച് അതിനെ ഈൽഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കർത്താവേ, ഒരു വ്യതിയാനം ഞങ്ങൾക്ക് തരണമേ, ഒരു വ്യത്യാസം തരണമേ കർത്താവേ. പൂർണ്ണമായും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങളുടെ അവയവങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവനുള്ള യാഗമായി സമർപ്പിക്കുന്നു. ഒരിക്കലൂടെ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ അവയവങ്ങളുടെ ഉടമസ്ഥാവകാശം നിനക്കാണ്. അതിനെ നീ തന്നെ ഉപയോഗിക്കണമേ.